ഡൽഹിയിൽ വായു മലിനീകരണം വളരെ മോശം വിഭാഗത്തിൽ തുടരുകയാണ്. കടുത്ത ശൈത്യത്തിനൊപ്പം വായു മലിനീകരണം കൂടിയത് ജനജീവിതത്തെ നന്നായി ബാധിച്ചിട്ടുണ്ട്. അച്യുതൻ വാർത്ത അപ്ഡേറ്റ് ചെയ്യുന്നു ഡൽഹിയിൽ നിന്ന്. പറയാം അച്യുതൻ കയ്യിൽ മാസ്ക് ഒക്കെ ഉണ്ടല്ലോ. ഓക്കെ, പറയൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. കയ്യിൽ മാസ്ക് ഇല്ലാതെ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ തന്നെയാണ് എസ് കെ എൻ ഡൽഹിയിലുള്ളത്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ വിഷവായു ശ്വസിച്ചുകൊണ്ടാണ് ഡൽഹി ഉണരുന്നതും ഉറങ്ങുന്നതും. ഒരു മാറ്റവും അതിലില്ല. നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടും ആ വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിനോ കുറയ്ക്കുന്നതിനോ കഴിയുന്നില്ല എന്ന് തന്നെയാണ്. കൃത്രിമ മഴ പെയ്യ്ക്കും, അതിനുള്ള സാധ്യതകൾ തേടുന്നു എന്ന് പറഞ്ഞെങ്കിലും അതും ഒരു വഴിക്ക് എത്തിയുമില്ല. കഴിഞ്ഞ ദിവസം 400 മുകളിലായിരുന്നു AQI. അതിനുശേഷം ഇന്നലെ ഒരു നേരിയ കുറവുണ്ടായി. അതോടുകൂടി ഗ്രാഫ് 4 നിയന്ത്രണങ്ങൾ പിൻവലിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ഗ്രാഫ് 3 പ്രകാരമുള്ള നിയന്ത്രണങ്ങളാണ് ഡൽഹിയിലുള്ളത്. ഇന്നിപ്പോൾ 390 ഈ ശരാശരി വായു ഗുണനിലവാര സൂചിക രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് വളരെ മോശം വിഭാഗമാണ്. 400 മുകളിലേക്ക് കടന്നാൽ അത് തീവ്ര ഗുരുതരമായിട്ടുള്ള വിഭാഗത്തിലേക്കായിരിക്കും വായു ഗുണനിലവാരം കടക്കുക. എന്തായാലും നിലവിലിപ്പോൾ ഈ വായു മലിനീകരണം വളരെ മോശം വിഭാഗത്തിൽ തുടരുന്നു എന്നത് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില നിയന്ത്രണങ്ങൾ സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ, ഡൽഹി ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റിടങ്ങൾ, ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഹരിയാന എന്നിവിടങ്ങളിലാണെങ്കിൽ ഈ മൂടൽമഞ്ഞിൻ്റെ സാന്നിധ്യമാണ് ഉള്ളത്. അത് പലതരത്തിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട്. ട്രെയിൻ ഗതാഗതത്തെയും റോഡ് ഗതാഗതത്തെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ വാഹനങ്ങൾ കൂട്ടിയിടിക്കുന്ന സ്ഥിതി വരെ ഉണ്ടായി. എന്തായാലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ ശൈത്യത്തിന് പിടിമുറുക്കുമ്പോഴും ഈ ഡൽഹിയിലെ പുകമഞ്ഞും മറ്റിടങ്ങളിലെ മൂടൽമഞ്ഞും കാര്യമായ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. എസ് കെ എൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.